ഹലോ ഹലോ. ഓം നമ ശിവായ. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. ഇന്നിപ്പോ നമ്മളോടൊപ്പം ഉള്ളത് ജീവിതത്തിന്റെ ഭൂരിപക്ഷമാണ്. അതായത് 44 വർഷം പൊതുജന സേവനവും പരിസ്ഥിതി ബോധവും ജനങ്ങളിൽ ഉണ്ടാക്കിയതിന് ശ്രേഷ്ഠ മാനവ പുരസ്കാരം തേടിയെത്തിയ ശ്രീ എൽ പങ്കജാക്ഷനാണ്. നമസ്കാരം ശ്രീ പങ്കജാക്ഷൻ. നമസ്കാരം. നൈസ് ആക്ഷൻ മീഡിയയുടെ ലൈവ് സ്ട്രീം പരിപാടിയുടെ 2ാം അധ്യായം വളരെ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ വചനങ്ങൾ കേൾക്കുവാനാണെങ്കിൽ ഇത് കേൾപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നൈസ് ആക്ഷൻ മീഡിയ ചെയ്യുന്നത്. നമ്മുടെ വിഷനും മിഷനും രാഷ്ട്രബോധം ഉണ്ടാക്കുക. എന്നാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ ആരുമായിട്ട് ചേരാതെ, കക്ഷി രാഷ്ട്രീയങ്ങളില്ലാതെ, ഓർഗനൈസർ ഗുണ്ടായിസം ഇല്ലാതെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, പിന്നെ പെണ്ണ് കേസ് ഒളിഞ്ഞു നോട്ടവും ബ്ലാക്ക് മെയിലിംഗും ഇല്ലാതെ സൊല്യൂഷൻസ് ആണ് നമ്മൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നൈസ് ആക്ഷൻ മീഡിയ ശ്രീ പങ്കജാക്ഷന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ എന്താണാവോ തുടങ്ങേണ്ടത്? അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് എന്തോ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷണത്തിൽ കൂടെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, അല്ലാതെ 3000 കോടി രൂപ ഹോസ്പിറ്റൽ വഴിയല്ല എന്നൊരു, പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടമാനം ജോലി സാധ്യത ഒക്കെ വരുന്ന ഒരു പുരോഗതി, അത് പുരോഗതിയല്ല അധോഗതിയാണെന്നൊരു തിരിച്ചറിവ് അങ്ങേക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ രഹസ്യം ഒന്ന് പറയുക. അപ്പോ തമ്പി സാറിനും അതുപോലെ തന്നെ നൈസ് മീഡിയയുടെ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തമ്പി സാറ് പറഞ്ഞതുപോലെ ഈ ശ്രേഷ്ഠ മാനവ പുരസ്കാരം എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞാനൊരു മനുഷ്യനാകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിലൊരു 60% മനുഷ്യൻ എന്ന നിലയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു 40% എത്തുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ അവാർഡ് വരേണ്ടിയിരുന്നത് ശാന്തിഗ്രാം എന്ന സന്നദ്ധ സംഘടനയ്ക്കാണ്. ശ്രേഷ്ഠ മാനവ സേവാ പുരസ്കാരം എന്ന് ആക്കിയിരുന്നുവെങ്കിൽ അതായിരുന്നു കറക്റ്റായിട്ടുള്ള വാക്ക്. അത് ശാന്തിഗ്രാമിന് അർഹതപ്പെട്ടതാണ്. ശാന്തിഗ്രാമിന്റെ ഒരു സ്ഥാപക മെമ്പർമാരിൽ ഒരാളും അതിന്റെ മുഴുവൻ സമയ പ്രവർത്തകനും എന്നുള്ള നിലയിൽ വളരെ 100,000 കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിലെ ഏകദേശം ഒരു ചെറിയ ഒരാൾക്കോ അല്ലെങ്കിൽ 2-3 പേർക്ക് ചെയ്യാൻ കഴിയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ധാരാളം പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സാമ്പത്തിക ചിലവുകൾ വലുതായിട്ടില്ലാതെ, ഇനി അഥവാ ചിലവ് വന്നു കഴിഞ്ഞാൽ അത് പങ്കാളികളിൽ നിന്നും സമാഹരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നും അഭ്യുദയകാംക്ഷികളിൽ നിന്നും സമാഹരിച്ചുകൊണ്ടോ ആണ് ശാന്തിഗ്രാം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ 2.5 വർഷമായി ഈ 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി പ്രഖ്യാപിക്കാൻ ഭാരത സർക്കാർ ഐക്യരാഷ്ട്രസഭയോട് നിർദ്ദേശിച്ചിരുന്നു. 2022 ഇന്ത്യയുടെ ഈ നിർദ്ദേശത്തെ 72 ലോകരാജ്യങ്ങൾ പിന്തുണയ്ക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 ഡിസംബർ 6 ഇറ്റലിയിലെ റോമില് FAOയുടെ ആസ്ഥാനത്തിൽ ഷെയ്ഖ് ഹാഷിസ് സെന്ററിൽ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന് തുടക്കം കുറിച്ചു. ഭാഗ്യവശാൽ വൈദ്യമഹാസഭയുടെ
ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ രണ്ടാമത് ദിവസം, എല്ലാ വർഷവും അവസാനത്തെ ദിവസം ഒരു തീം എടുത്ത് നമ്മുടെ വൈദ്യന്മാർക്കും അല്ലെങ്കിൽ ചികിത്സാ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അഡ്വാൻസ് ആയിട്ട് മരുന്നുകളും അല്ലെങ്കിൽ മന്ത്രവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കുവാൻ സഹായകമായ ഒരു കാര്യമാണ് മില്ലറ്റ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് മില്ലറ്റുകളെ കുറിച്ചുള്ള ഒരു സംസ്ഥാനതല ശില്പശാലയും അതുപോലെ തന്നെ ഈ മില്ലറ്റുകൾ കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് തന്നെ ആളുകൾക്ക് സംശയമുള്ളത് കൊണ്ട് ഒരു മില്ലറ്റ് സദ്യയും ഒക്കെ ഒരുക്കുകയുണ്ടായി. അത് എൻ്റെ ജീവിതത്തിലും പങ്കെടുത്തിരുന്ന ആളുകളുടെ ജീവിതത്തിലുമൊക്കെ വലിയൊരു വഴിത്തിരിവായി. അപ്പോൾ പ്രധാനമായും ആ ഒരു പ്രാഥമികമായ അറിവുകൾ ലഭിച്ച ശേഷം ഇതിൻ്റെ പിന്നാലെ പോവുകയും അപ്പോൾ ഞങ്ങൾ ധാരാളം തപ്പി നോക്കി മില്ലറ്റുകളെ കുറിച്ചുള്ള മെറ്റീരിയൽസ് മലയാളത്തിൽ അവൈലബിൾ ആണോ എന്ന്. ഒരു കാര്യം മനസ്സിലായി, മലയാളത്തിൽ നമ്മുടെ കാർഷിക വകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയ ഒരു 3 ഫോൾഡർ നോട്ടീസ് മാത്രമാണ് കിട്ടിയത്. പിന്നെ അതിനുശേഷം ഒരേ ഭൂമി ഒരേ ജീവന്റെ ആളുകൾ അവർ നോക്കിയ ഒരു ചെറിയ ലഘുലേഖ, അത് യശശരീരനായ KV ശിവപ്രസാദ് മാഷ് എഴുതിയതോ കൺസോൾട്ടേറ്റ് ചെയ്തോ ആയ ഒരു 4-5 പേജുള്ള ഒരു ലേഖനം കിട്ടി. പിന്നാലെ നടന്നു. ഇപ്പൊ ഇംഗ്ലീഷിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ മറ്റ് ഭാഷകളിലും ഒക്കെ ധാരാളം അവൈലബിൾ ആയിരുന്നു. അവസാനം ആ യാത്രക്കിടയിൽ ഡോക്ടർ ഖാദർ വാലിയെ ബന്ധപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ ഒരു 30 വർഷക്കാലത്തെ മില്ലറ്റ് ജീവിതയാത്ര അറിയുവാനും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി അത് നബാർഡിന്റെ സഹായത്തോടുകൂടി 1000 കോപ്പി അടിക്കുകയും 1000 കോപ്പിയും ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു 100-150 രൂപ സംഭാവന വാങ്ങിക്കൊണ്ട് കുറച്ച് ഫണ്ട് സമാഹരിച്ചുകൊണ്ട് രണ്ടാമത് അതിന്റെ റിവൈസ്ഡ് എഡിഷൻ നടത്താമെന്ന് വിചാരിച്ചു. എങ്കിലും ഉദ്ദേശിച്ച തരത്തിലേക്ക് ഒരു വരുമാനം കിട്ടിയിട്ടില്ല. രണ്ടാം പതിപ്പായിട്ട് വീണ്ടും ശാന്തിഗ്രാമിന്റെ നേതൃത്വത്തിൽ ആ പുസ്തകം നല്ല രീതിയിലൊരു പുസ്തകമായിട്ട് ഇറക്കി. 2000 കോപ്പി അടിച്ചു. അത് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ആ പുസ്തകം തീർന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പുസ്തകം മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി പബ്ലിഷ് ചെയ്ത പുസ്തകത്തിൽ ഒരു ഗുണം കൂടിയുള്ളത്, തൈറോയിഡ്, ഇപ്പൊ എല്ലാ വീടുകളിലും തൈറോയിഡ് രോഗികളില്ലാത്ത വീടുകളില്ല. തൈറോയിഡ് പൂർണ്ണമായി മാറിയ ശ്രീദേവിയുടെ കഥയും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ മാറിയ ഒരാളുടെയും വിവരം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ ഇന്ന് ആകാശവാണിയിൽ സായന്തനം പരിപാടിയിൽ 2:30 മണിക്ക് ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ജസ്റ്റ് തിരിച്ചെത്തിയതേ അപ്പോഴാണ് തമ്പി സാറിന്റെ ഈ ക്ഷണം ഉണ്ടായത്. തമ്പി സാറും ഞാനുമായിട്ട് വളരെ നാളുകൾ കൊണ്ടുള്ള ബന്ധങ്ങളുണ്ട്. ഞങ്ങള് പിണങ്ങിയും പിന്നെ അടുത്തും സഹകരിച്ചും സഹകരിക്കാതിരുന്നും അങ്ങനെയൊക്കെ നമ്മളൊരു ബന്ധമുണ്ട്. പലരുമായി ഞാൻ അങ്ങനെയാണ്. കാരണം തമ്പി സാർ എപ്പോഴും നെഗറ്റീവ് പറയുന്നയാളും ഞാൻ എപ്പോഴും തിരിച്ച് പോസിറ്റീവ് പറയാൻ ശ്രമിക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടുതലും ചേർച്ച എന്ന് പറയുന്നത്. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന് പറഞ്ഞ് കാണാം. തമ്പി സാർ, ഞാൻ ഈ മില്ലറ്റുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങണോ, വേറെ എന്തെങ്കിലും? ഇല്ല, മില്ലറ്റ് തന്നെ ആയിക്കോട്ടെ. കാര്യം ഭക്ഷണമാണല്ലോ പ്രാണം. യെസ്. ഇപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, ഞാൻ ഫോർട്ടിഫൈഡ് റൈസ് കൊടുത്ത് ആളുകൾ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോ ഞാൻ എൻ്റെതായ പരിമിതികൾ ഞാൻ പറഞ്ഞുകൊട്ടെ. ഞാനൊരു ഡോക്ടറോ ഒരു ചികിത്സകനോ ഒന്നുമല്ല. മില്ലറ്റിനെ കുറിച്ച് കഴിഞ്ഞ 2.5 വർഷമായി പഠിക്കാൻ ശ്രമിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, അത് ജീവിതത്തിലും
മറ്റാളുകൾക്കും ആ വിവരങ്ങൾ നൽകിക്കൊണ്ട് മില്ലറ്റിന്റെ പ്രാധാന്യം ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറിയ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനാണ്. ഇത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഒരു മിഷനായി ഞാനിത് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വിഷയങ്ങളും അങ്ങനെ എൻ്റെ ജീവിതത്തിന്റെ ഒരു മിഷനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചക്ക 6 വർഷക്കാലം കേരളത്തിൽ ചക്കയുടെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കുന്നത് വരെ ചക്ക ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ജനങ്ങളുടെ എത്തിച്ചു. സർക്കാർ അത് ഏറ്റെടുത്ത സമയത്ത് പിന്നെ നാട്ടുവൈദ്യന്മാരുടെ പ്രശ്നമായിരുന്നു. നാട്ടുവൈദ്യന്മാരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും അവരുടെ ആഗ്രഹം അനുസരിച്ച് ഒരു സംഘടനാ രൂപം ഉണ്ടാക്കുകയും അത് അവർ തന്നെ നയിച്ചു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ കിട്ടിയ ഒരു വിഷയമാണ് ഈ മില്ലറ്റുകൾ. ഇതിൽ പ്രധാനമായും എൻ്റെ ഇത്തരം അന്വേഷണങ്ങൾ തുടങ്ങുന്നത് എൻ്റെ മകളുടെ അസുഖവും അവളുടെ മരണവും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ്. അപ്പോൾ എനിക്കിപ്പോൾ 62 വയസ്സുണ്ട്. എൻ്റെ മകൾ 22ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പൊ 22ാമത്തെ വയസ്സിൽ മരിച്ചതിന് കാരണം എന്ന് പറയുന്നത് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന അതിൽപ്പെടുന്ന ഇപ്പോൾ ഒരു 60-70-ലധികം രോഗങ്ങൾ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് എന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ ഒരു 10-35 വയസ്സിനിടയിൽ നമ്മുടെ നാട്ടിൽ മരിക്കുന്ന സ്ത്രീകളിൽ അതുപോലെ തന്നെ പുരുഷന്മാരിലായിരുന്നാലും ധാരാളം പേരിൽ കാണുന്ന അസുഖങ്ങളാണ് ഈ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ശാസ്ത്രലോകം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അവരതിന് പല പേരുകൾ ഇടുന്നു. അതിന് കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ് മിക്ക ആളുകളും മരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോളും അതിനൊരു ബലിയാടായി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്തരം രോഗങ്ങൾക്ക് കാരണം കണ്ടെത്തിയുള്ള എൻ്റെ യാത്രയിൽ ആണ് മില്ലറ്റിനെ കിട്ടിയത്. അപ്പോൾ ഇന്ന് എനിക്ക് അതേ അസുഖമുള്ള ഒരാളെ കിട്ടിയാൽ തീർച്ചയായും ഡോക്ടർ ഖാദർവാലിയുടെ മില്ലറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അതിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയും. ധാരാളം ഏകദേശം ഒരു 132 14 തരം ക്യാൻസർ ഉൾപ്പെടെ ഏകദേശം 132 പരം അസുഖങ്ങൾക്കുള്ള മില്ലറ്റിന്റെ പ്രോട്ടോകോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചെറുധാന്യ മഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി ആ ഖാദർവാലിയെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു കണ്ടീഷൻ, അദ്ദേഹത്തിൻ്റെതായ എന്ത് വിവരങ്ങളും ജനങ്ങൾക്ക് സൗജന്യമായി കിട്ടണം. പുസ്തകം വാങ്ങാൻ കഴിയാത്ത ആളുകൾക്കും പുസ്തകം എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലും ആളുകൾക്ക് കൊടുക്കണമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ മുഴുവനും സൗജന്യമായി ശാന്തിഗ്രാമിന്റെ വെബ്സൈറ്റിലും അല്ലാതെ തന്നെ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന തരത്തിൽ അതിന്റെ PDF വെർഷൻ അവൈലബിൾ ആണ്. അപ്പൊ ഈ PDF വെർഷൻ തന്നെ വായിച്ച് നോക്കി നമുക്ക് നമ്മുടേതായ അസുഖങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിന് പരിഹാരം കാണുവാനും കഴിയും. ഇതില് എന്താണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇന്ന് ആകാശവാണിയിൽ പോയപ്പോഴും അവിടെയും അവർ ചോദിച്ച പല ചോദ്യങ്ങളും അവർ മില്ലറ്റുകൾ എന്ന് പറഞ്ഞ് കരുതിയിരിക്കുന്ന പലതും മില്ലറ്റുകളല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ ഈ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും അതുപോലെ തന്നെ വരണ്ട പ്രദേശങ്ങളിലും മഴ കുറവുള്ള പ്രദേശങ്ങളിലും കൃഷി ചെയ്തു വരുന്ന ഈ പരുക്കൻ ധാന്യങ്ങളെയാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ റാഗി, അതിന് മുത്താറി എന്നും പൂരകെന്നും ഒക്കെ പേരുണ്ട്. മണിച്ചോളം അഥവാ ജോവർ, പവിഴച്ചോളം അല്ലെങ്കിൽ ബാജ്റ, കമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചാമ, തിന, കുതിരവാലി, കവടപ്പുല്ല്, വരക് അല്ലെങ്കിൽ കോടപ്പുല്ല്, പനിവരക്, മലഞ്ചാമ അല്ലെങ്കിൽ കൊറലെ എന്ന ഇംഗ്ലീഷിൽ ബ്രൗൺ ടോപ്പ് എന്ന പേരുള്ള ഇങ്ങനെ ഒരു 9 എണ്ണമാണ് പ്രധാന ധാന്യങ്ങൾ. ഏകദേശം 2000-3000-ലധികം ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ ലോകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന 9 മില്ലറ്റുകളെയാണ്. ഇപ്പോ ഈ പുല്ലുവർഗത്തിൽപ്പെട്ട C4 പുല്ലുവർഗത്തിൽപ്പെട്ട ധാന്യവിളകളായ മില്ലറ്റുകൾ പുരാതന കാലങ്ങളിൽ
പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ഇവയുടെ പോഷക ഗുണം മനസ്സിലാക്കി മനുഷ്യന്റെ ആഹാരമാക്കാൻ തുടങ്ങിയത്. ക്ഷാമകാലത്ത് ഇന്ത്യൻ ജനതയുടെ ജീവൻ രക്ഷിച്ച ബദൽ ധാന്യങ്ങളായിരുന്നു ചെറുധാന്യങ്ങൾ. വളരെ കാലത്തോളം പാവപ്പെട്ടവന്റെ ഭക്ഷണമായും ഇപ്പോൾ സൂപ്പർ ഫുഡും ഭാവിയുടെ ഭക്ഷണവുമായി മാറുകയും ചെയ്ത ചെറുധാന്യങ്ങൾ ലോകത്താകെ ഭക്ഷ്യസുരക്ഷയും പോഷക സമൃദ്ധിയും നൽകാൻ കഴിയുന്നവയായി മാറിയിരിക്കുകയാണ്. ഈ കാഴ്ചയിൽ ഇവർ കുഞ്ഞന്മാരാണെങ്കിലും പോഷക കാര്യത്തിൽ ഇവർ വലിയവരാണ്. ഗുണമേന്മ അറിയാതെ നമ്മൾ പടിക്ക് പുറത്തു നിർത്തിയിരുന്ന ഇവയെ ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ എന്നുള്ളതിന്റെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിരിക്കും തോന്നുന്നു. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിനേക്കാളും അല്ലെങ്കിൽ നെല്ലിനെയും ഗോതമ്പിനെയും അപേക്ഷിച്ച് 5 ഇരട്ടി പ്രോട്ടീനും വൈറ്റമിനുകളും ധാതുക്കളും ദഹിക്കുന്നതും ദഹിക്കാത്തതുമായ ഫൈബറുകളും അല്ലെങ്കിൽ നാരുകളും ചെറുധാന്യങ്ങളിലുണ്ട്. ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനമായി അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഡയബറ്റീസിനെ ചെറുക്കാനും അതുപോലെ തന്നെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മില്ലറ്റുകളുടെ ഉപയോഗം വഴി കഴിയുമെന്ന് കണ്ടെത്തി. നമ്മുടെ കേരളത്തിലും ധാരാളം അനുഭവങ്ങളുണ്ട്. ഇപ്പൊ മറ്റൊരു ഇതിന്റെ പ്രത്യേകത, ഈ സാധാരണ ചെടികൾക്ക് അല്ലെങ്കിൽ പുല്ലുവർഗ്ഗങ്ങൾക്ക് വരുന്ന അസുഖങ്ങളൊന്നും തന്നെ മില്ലറ്റുകൾക്ക് ബാധകമാകാറില്ല. രോഗങ്ങളെയും കീടബാധകളെയും പ്രതിരോധിക്കാനും കുറഞ്ഞ പരിപാലനത്തോടെ ഏത് മണ്ണിൽ വളരാനും വരൾച്ച തുടങ്ങിയ കാലാവസ്ഥാ മാറ്റങ്ങളെ അതിജീവിക്കുവാനും ഇവയ്ക്ക് കഴിയും. ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നമ്മുടെ നെല്ല് വർഗങ്ങൾ ഏകദേശം എല്ലാം നശിക്കുമെന്ന് കേൾക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പൊ നെല്ല് കഴിഞ്ഞാൽ ഭക്ഷണമായി നമുക്ക് ഉപയോഗിക്കാനും അരി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ അരിക്ക് പകരം നെൽവയലുകൾ അത് സാധാരണ മണ്ണായി മാറുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം വറ്റുമ്പോൾ അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രക്ഷാമാർഗമാണ് മില്ലറ്റുകൾ. ഇവയ്ക്ക് വളം വേണ്ട, കൂടുതൽ ജലം ആവശ്യമില്ല എന്നുള്ളതും ഏറ്റവും വലിയ ആശ്വാസമാണ്. പൊതുവെ ഇവയുടെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഒന്ന്, ഇത് ഈ എല്ലാ മില്ലറ്റിന്റെയും പൊതുവായ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭക്ഷ്യനാരുകൾ അല്ലെങ്കിൽ ഫൈബർ, ഇരുമ്പ്, കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം, ബീറ്റ കരോട്ടിൻ, ഫോളിക് ആസിഡ്, നിയാസിൻ തുടങ്ങിയവയുടെ സാന്നിധ്യം പല രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയധികം ഈ പറയുന്ന വൈറ്റമിനുകളുടെയും മിനറൽസുകളുടെയും ഒരു കൂമ്പാരമാണ് മില്ലറ്റുകളിലെല്ലാം ഉള്ളത്. അതുകൂടാതെ ഫിനോളുകളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും സാന്നിധ്യം ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ചെറുക്കുവാൻ അല്ലെങ്കിൽ അകറ്റുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതിനാൽ ഗ്ലൂക്കോസ് രക്തത്തിൽ കലരുന്ന പ്രക്രിയ സാവധാനത്തിലേ നടക്കുകയുള്ളൂ. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് മികച്ച ഭക്ഷണമാണ്. ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ തീരെ ഇല്ലാത്ത ചെറുധാന്യങ്ങൾ ഗ്ലൂട്ടൻ അലർജി അഥവാ സീലിയാക് എന്ന രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഗുണകരമാണ്. ഗ്ലൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചെറുധാന്യങ്ങൾ, പ്രോട്ടീൻ തീരെ ഇല്ലാത്ത ചെറുധാന്യങ്ങൾ സീലിയാക് എന്ന രോഗങ്ങൾക്ക് അഥവാ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആളുകൾക്ക്, ഈ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരു പകരം ഫുഡാണ് മില്ലറ്റുകൾ. മില്ലറ്റിന്റെ ഉൽപാദനം രാസവളങ്ങളുടെ ഉപയോഗം ആശ്രയിച്ചല്ല. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, താരതമ്യേന വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിൽ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാം. ഇത് ചെറുധാന്യങ്ങളുടെ പൊതുവായ സവിശേഷതകളാണ്. ഈ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും പുരാതന കാലത്ത് തന്നെ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നു. നമ്മൾ ഈ മില്ലറ്റുകളുടെ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആഫ്രിക്കൻ മില്ലറ്റ്, അമേരിക്കൻ മില്ലറ്റ്, ഹിമാലയൻ മില്ലറ്റ്, ഇങ്ങനെ പേരുകളും ഓരോ മില്ലറ്റുകൾക്കും ഉണ്ട്. അതിൽ നിന്ന് തന്നെ
ചരിത്രാതീത കാലം മുതൽ തന്നെ മില്ലറ്റുകൾ ഈജിപ്തിലും ആഫ്രിക്കയിലും ചൈനയിലും കൊറിയയിലും എല്ലാം തന്നെ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നതായിട്ട് കാണുന്നു. ഇന്ത്യയില് കർണാടക, അതുപോലെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കേരളത്തിലും എന്നീ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയാണ് ലോകത്ത് ഒന്നാമത്. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു സാധ്യത. കേരളത്തില് പാലക്കാട്, അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങള്, ഇടുക്കി, വയനാട് ജില്ലകളിലാണ് പ്രധാനമായും ഈ കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ മില്ലറ്റുകളെ കുറിച്ചും അതിൻ്റെ ഒരു സവിശേഷതകളെ കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്ന് കരുതുന്നു. ഇനി ഈ 9 ഇനം മില്ലറ്റുകളെ പൊതുവെ നമ്മുടെ ശാസ്ത്രലോകം അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ രണ്ടായിട്ടാണ് പൊതുവെ ഇതിനെ വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് മേജർ മില്ലറ്റുകൾ, മറ്റൊന്ന് മൈനർ മില്ലറ്റുകൾ. ഈ മേജർ മില്ലറ്റുകൾ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവയെ നമുക്ക് നേരിട്ട് കഴുകി ഉണക്കി പൊടിക്കാതെയും പൊടിച്ചും ഉപയോഗിക്കാം എന്നുള്ളതാണ് മേജർ മില്ലറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇപ്പൊ കൂവരക് തോടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ കൂവരിന്റെ ഇംഗ്ലീഷ് പേര് ഫിംഗർ മില്ലറ്റ് എന്നാണ്. അതിന്റെ ഈ ചിലയിടങ്ങളിൽ മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ, റാഗി എന്നൊക്കെ ഇതിന്റെ പേരുണ്ട്. അതുപോലെ രണ്ടാമത്തെ മേജർ മില്ലറ്റ് എന്ന് പറയുന്നത് മണിച്ചോളം അല്ലെങ്കിൽ ജോവർ എന്ന് നാം പറയപ്പെടുന്ന, ഇംഗ്ലീഷിൽ സ്വർഗം അഥവാ ഗ്രേറ്റ് മില്ലറ്റ് എന്ന് പറയുന്ന മില്ലറ്റാണ് രണ്ടാമത്തെ ഒരു മേജർ മില്ലറ്റ്. മൂന്നാമത്തെ മേജർ മില്ലറ്റ് എന്ന് പറയുന്നത് പവിഴച്ചോളം അല്ലെങ്കിൽ ബാജറ, കമ്പ് എന്നൊക്കെ അതിന് പേരുണ്ട്. ഇംഗ്ലീഷിൽ അതിനെ പേൾ മില്ലറ്റ്. ഇങ്ങനെ ഈ 3 മില്ലറ്റുകൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ റാഗി, മണിച്ചോളം, പവിഴച്ചോളം, ഈ 3 മില്ലറ്റുകളെയാണ് മേജർ മില്ലറ്റുകൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവയെ തോടോടുകൂടി തന്നെ അല്ലെങ്കിൽ ഉമിയോടുകൂടി തന്നെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, മറ്റ് പ്രോസസ് ഒന്നുമില്ല. എന്നാൽ മൈനർ മില്ലറ്റുകൾ എന്ന് പറയുന്ന 6 ഇനം മില്ലറ്റുകളെ അതിൻ്റെ ഉമിയോടെ കഴിക്കാൻ യാതൊരു കാരണവശാലും പാടില്ല. അപ്പൊ അതിന്റെ ഉമി കളഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ആ മില്ലറ്റുകളെ ഭക്ഷണമാക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. അതിൽ പ്രധാനമായും ഉള്ള 6 മില്ലറ്റുകൾ എന്ന് പറയുന്നത് ചാമ, തിന, കുതിരവാലി അഥവാ കവടപ്പുല്ല്, വരക് അല്ലെങ്കിൽ കോടപ്പുല്ല്, പനിവരക്, മലഞ്ചാമ, കൊറലെ എന്ന് കന്നഡയിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന 6 മില്ലറ്റുകളാണ് മൈനർ മില്ലറ്റുകൾ. ചാമയുടെ ഇംഗ്ലീഷ് പേര് ലിറ്റിൽ മില്ലറ്റ്, തിനയുടെ ഇംഗ്ലീഷ് പേര് ഫോക്സ്ടെയിൽ മില്ലറ്റ്, കുതിരവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്യാഡ് മില്ലറ്റ്, വരക് എന്ന് പറഞ്ഞാൽ കോഡോ മില്ലറ്റ്, അതുപോലെ പനിവരക് എന്ന് പറഞ്ഞാൽ പ്രോസോ മില്ലറ്റ്, മലഞ്ചാമ അല്ലെങ്കിൽ കൊറലെ എന്ന് പറയുന്നത് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളതും പൊതുവെ കടകളിൽ കിട്ടാത്തതും വില കൂടിയതുമായ ഒരു മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഈ 12.5% ഫൈബർ ഈ ബ്രൗൺ ടോപ്പിനുണ്ട്. ഇത് നമ്മുടെ അന്നനാളം മുതൽ മലദ്വാരം വരെയുള്ള ഏത് അസുഖങ്ങൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു മില്ലറ്റാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അല്ലെങ്കിൽ കൊറലെ എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ ഖാദർവാലി ഈ 9 മില്ലറ്റുകളെയും നമ്മുടെ അരിയെയും ഗോതമ്പിനെയും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 പേരുകളിലാണ്. ഒന്ന് പോസിറ്റീവ് മില്ലറ്റുകൾ. 5 മില്ലറ്റുകളെയാണ് അദ്ദേഹം പോസിറ്റീവ് മില്ലറ്റുകൾ എന്നുള്ള നിലയിൽ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മൈനർ മില്ലറ്റുകളിലെ 5 മില്ലറ്റുകളായ തിന, കുതിരവാലി, വരക്, ചാമ, ബ്രൗൺ ടോപ്പ് അല്ലെങ്കിൽ കൊറലെ, ഈ 5 മില്ലറ്റുകൾ ഫോക്സ്ടെയിൽ, ബെന്യാഡ്, കോഡോ, ലിറ്റിൽ ആൻഡ് ബ്രൗൺ ടോപ്പ്, ഈ 5 മില്ലറ്റുകളെയാണ് അദ്ദേഹം പോസിറ്റീവ് ധാന്യങ്ങൾ എന്നുള്ള പേരിൽ, പോസിറ്റീവ് ഗ്രെയിൻസ് എന്നുള്ള പേരിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂട്രൽ ധാന്യങ്ങൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പവിഴച്ചോളം, പേൾ മില്ലറ്റ്, റാഗി, ഫിംഗർ മില്ലറ്റ്, പനിവരക്, പ്രോസോ മില്ലറ്റ്, മണിച്ചോളം, സ്വർഗം, ദേശി ചോളം, ഈ ദേശി ക്രോൺ എന്ന് പറയുന്ന
ചോളം ഉണ്ടല്ലോ, വലിയ ഇതുള്ള ആ ചോളം, ഈ അഞ്ച് ധാന്യങ്ങളെയും അദ്ദേഹം ന്യൂട്രൽ ഗ്രെയിൻ എന്നുള്ള പേരിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ന്യൂട്രൽ ഗ്രെയിനിന്റെ പ്രത്യേകത, ഈ മില്ലറ്റുകൾ ഓരോ മില്ലറ്റിനും ഓരോരോ ഗുണങ്ങളുണ്ട്, ഓരോരോ പല ഗുണങ്ങളുണ്ട്. ഈ പറയുന്ന ന്യൂട്രൽ ധാന്യങ്ങൾക്ക് രോഗങ്ങളെ ഭേദമാക്കാനുള്ള കഴിവില്ല. പക്ഷെ ഇപ്പൊ കാൽസ്യത്തിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഇപ്പൊ മില്ലറ്റ് പോലെ, നമ്മുടെ റാഗി പോലുള്ള സാധനങ്ങൾ വളരെയധികം ഉപകാരപ്രദമാണ്. ചിലര് റാഗി മാത്രമാണ് കുടിക്കുന്നത്. റാഗി കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ സ്റ്റോണിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് അത് കൂടുതൽ കഴിക്കാൻ വേണ്ടി പാടില്ല. ആ സ്റ്റോൺ വലുതാകാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. കാരണം കാൽസ്യവും അതുപോലെ തന്നെ കാൽസ്യം ഏറ്റവും കൂടുതലുള്ള മില്ലറ്റാണ് നമ്മുടെ റാഗി. എല്ലാവർക്കും മില്ലറ്റുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ എളുപ്പമുള്ളത് റാഗിയിൽ നിന്നും തുടങ്ങുന്നതാണ്. പക്ഷെ രസകരമായൊരു സംഭവം, മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമായ അരിയെ അദ്ദേഹം നെഗറ്റീവ് ഗ്രെയിൻസ് എന്നുള്ള ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്, അരിയെയും ഗോതമ്പിനെയും. പ്രധാനമായും അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ നമ്മൾ 4 നേരമോ അല്ലെങ്കിൽ 3 നേരമോ കഴിക്കുന്ന അരിയും അരി കൊണ്ടുള്ള മറ്റ് ആഹാരങ്ങളും അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അരിയുടേത് 395 കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ. ഗോതമ്പിൻ്റെത് അല്പം മെച്ചമുണ്ട്, 63.50. ഇതാണ് ഇവരുടെ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ 10-ന് താഴെയുള്ള ഗ്രെയിൻസിനെ അല്ലെങ്കിൽ ധാന്യങ്ങളെയാണ് ഏറ്റവും മനുഷ്യന് അനുയോജ്യമായതും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതും എന്ന് പറയുന്ന ധാന്യങ്ങൾ എന്നുള്ള നിലയിൽ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പോസിറ്റീവ് മില്ലറ്റുകളായ തിന, കുതിരവാലി, വരക്, ചാമ, ബ്രൗൺ ടോപ്പ്, ഈ 5 മില്ലറ്റുകളുടെ ഫൈബർ റേഷ്യോ, കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ എന്ന് പറയുന്നത് 5.54 മുതൽ 7.57 വരെയാണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ. അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൊറലെ എന്ന് പറയുന്ന മില്ലറ്റ് അല്ലെങ്കിൽ ബ്രൗൺ ടോപ്പ് മില്ലറ്റിന്റെ കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ എന്ന് പറയുന്നത് 5.54 ഏറ്റവും കുറവുള്ളത്, അതായത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതിൻ്റെ ഫൈബർ എന്ന് പറയുന്നത് 12.5%. നമ്മുടെ ചാമ നോക്കുകയാണെങ്കിൽ ചാമയുടെ കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ 6.68. അതിൻ്റെ ഫൈബർ എന്ന് പറയുന്നത് 9.8. അതുപോലെ വരക് കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ 7.28, 7.28. അതിൻ്റെ ഫൈബർ എന്ന് പറയുന്നത് 9. അതുപോലെ കുതിരവാലിയുടെ കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ എന്ന് പറയുന്നത് 6.55, അതിൻ്റെ ഫൈബർ എന്ന് പറയുന്നത് 10. തിനയാണെങ്കിൽ 7.57 കാർബോഹൈഡ്രേറ്റ് ഫൈബർ റേഷ്യോ, അതിൻ്റെ ഫൈബർ എന്ന് പറയുന്നത് 8%. ഇത് ശരാശരി ഒരു 100 ഗ്രാമിലെ 100 ഉണക്കിയ ധാന്യങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ ആണ്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ചാൽ മതിയാകും, പുതിയ നമ്മുടെ തമ്പി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക ശാസ്ത്രവും നമ്മളെ പ്രാചീന ശാസ്ത്രവും പ്രകൃതി ചികിത്സയായിരുന്നാലും മറ്റ് സംവിധാനങ്ങളിലൂടെ ആയിരുന്നാലും പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അരി, ഗോതമ്പ്, പഞ്ചസാര, പാൽ, പ്രത്യേകിച്ച് വിദേശ ജനസിലെ പശുക്കളുടെ പാൽ, A1 മിൽക്ക്, ഈ 4 സാധനങ്ങളാണ് ഇന്ന് നിലവിൽ ഭൂമിയിൽ കാണുന്ന, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ രോഗിയാക്കുന്ന 4 സാധനങ്ങൾ. പഞ്ചസാര, പാല്, ആദ്യം അരി, രണ്ടാമത് ഗോതമ്പ്, മൂന്നാമത് പഞ്ചസാര, നാലാമത് പാല്. ഈ 4 സാധനങ്ങളിൽ ഈ അരിയുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗോതമ്പിന്റെ പെർസെൻറ്റേജ് നമ്മളൊന്ന് മാറ്റി ഒരു നേരമെങ്കിലും മില്ലറ്റുകൾ ഭക്ഷണമാക്കി കഴിക്കുകയാണെങ്കിൽ നിലവിലുള്ള രോഗങ്ങളുടെ ഒരു 60% രോഗങ്ങൾക്ക് നമുക്ക് മാറ്റം ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയും. പ്രമേഹം പോലുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ, ഇപ്പോൾ പ്രമേഹരഹിത കേരളം സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ചികിത്സാ ശാസ്ത്രങ്ങളും നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഗ്രാമമായിരുന്നാലും ഒരു ജില്ലയായിരുന്നാലും സംസ്ഥാനമായിരുന്നാലും 3 മാസം കൊണ്ട് നമുക്ക് പ്രമേഹം ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അതിശയോക്തി എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഡോക്ടർ ഖാദർവാലി പറയുന്നത് പ്രമേഹ രോഗികൾക്ക് ഒരു 3 ദിവസത്തെ പരിശീലനവും കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണം മില്ലറ്റുമായി കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് 100% എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ 95% പറയുന്നു. 95% പ്രമേഹ രോഗികൾക്ക് മാറ്റാൻ കഴിയും. എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും പറയുമ്പോൾ ഇല്ല, നമ്മൾ പ്രമേഹത്തിനെയാണ് മുൻകൂട്ടി പറയുന്നത്, പ്രമേഹമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, മില്ലറ്റിന്റെ പഴങ്കഞ്ഞി മറ്റ് കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് രോഗങ്ങൾ ഭേദമായ 100 കണക്കിന് ആളുകളുടെ സക്സസ് സ്റ്റോറി കേരളത്തിൽ തന്നെയുണ്ട്. ഇതാണ് മില്ലറ്റിന്റെ പ്രധാനമാണ്. അപ്പൊ ഒരു രോഗമില്ലാത്ത ജീവിതം ആഗ്രഹിക്കുകയാണ് നമ്മളെങ്കിൽ ഈ അരി, ഗോതമ്പ്, പഞ്ചസാര, പാൽ ഇവ ഒഴിവാക്കിയോ അല്ലെങ്കിൽ ഇവയുടെ അളവ് കുറച്ചിട്ടോ ആ സ്ഥലത്ത് ഒരു നേരമെങ്കിലും ഈ പറയുന്ന 5 മില്ലറ്റുകൾ, ചാമ, തിന, വരക്, കുതിരവാലി, ബ്രൗൺ ടോപ്പ് എന്ന് പറയുന്ന 5 മില്ലറ്റുകൾ ഒരു നേരമെങ്കിലും ഭക്ഷണമായി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു രോഗമില്ലാത്ത ജീവിതം നമുക്ക് സാധ്യമാണ്. അതോടൊപ്പം തന്നെ വേറെ പല കാര്യങ്ങളും ഉണ്ട്. വെള്ളത്തിന്റെ കാര്യമായിരുന്നാലും തീർച്ചയായും പറഞ്ഞോളൂ സാർ. നമ്മുടെ സമയപരിധി 30 മിനിറ്റ് ആണ്. കഴിഞ്ഞോ? പക്ഷെ പറയുന്നത് ഒന്നും ഒഴിവാക്കാൻ നിവർത്തിയില്ലാത്ത കാരണമാണ് ഞാൻ മിണ്ടാതിരുന്നത്. അല്ല, തൽക്കാലം ഇത് മതി, നമ്മളെ സബ്ജക്റ്റിലേക്ക് എത്തിയല്ലോ. അപ്പൊ നമ്മള് ഇനിയൊരു അവസരത്തില് ഒന്നുകൂടെ കാര്യമായിട്ട് ഇതിന്റെ പാചകത്തിനെ കുറിച്ച് കുറച്ച് റെസിപ്പികളൂടെ കൊടുക്കാൻ പാകത്തുണ്ട്. അല്ല, ഇതില് സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മില്ലറ്റുകളെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇന്നും ഞാൻ ആകാശവാണിയിൽ പോയപ്പോഴും അവിടെ കണ്ടത് അവരെല്ലാവരും ഈ മില്ലറ്റുകളെ എല്ലാത്തിനെയും കൂടി ചേർത്തത് പൊടിച്ചു വെച്ചിട്ട് ഒരുമിച്ച് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മില്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അബദ്ധധാരണ നമുക്കുണ്ട്. ഈ ഹെൽത്ത് മിക്സ് എന്നുള്ള പേരിൽ മില്ലറ്റുകളുടെ 2 മില്ലറ്റുകൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നതും ഒഴിവാക്കുക. ഓരോ മില്ലറ്റുകളും ഓരോ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം തുടർച്ചയായി ഓരോ മില്ലറ്റും കഴിച്ചിട്ട് മാറി മാറി കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. 8 മണിക്കൂർ കുതിർക്കുക, മിനിമം 8 മണിക്കൂറെങ്കിലും ഈ മില്ലറ്റുകളെ കുതിർക്കാൻ വേണ്ടി ശ്രമിക്കണം. മില്ലറ്റിന്റെ പഴങ്കഞ്ഞിയാണ് മനുഷ്യനുള്ള അമൃത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതെ, വൈറ്റമിൻ പ്രോബയോട്ടിക് ആണ്. അതുപോലെ ഗട്ട് ബാക്ടീരിയ അത് സ്ട്രെങ്തൻ ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ധാരാളം പ്രയോജനം. പഴങ്കഞ്ഞിയെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അരമണിക്കൂർ നമുക്ക് വേറൊരു സെഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എണ്ണകൾ ഉപയോഗിക്കുന്നുണ്ട്, ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിന്റെ PDF കോപ്പി അവൈലബിൾ ആണ്. ഞാൻ തമ്പി സാറിന് അയച്ചു കൊടുക്കാം. തമ്പി സാർ അത് ആവശ്യമുള്ളവർക്ക് അയച്ചു തരും. അല്ലെങ്കിൽ ശാന്തിഗ്രാമിന്റെ വെബ്സൈറ്റിൽ അത് ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടെ മിസ്റ്റർ പങ്കജാക്ഷൻ, ഈ അങ്ങ് പറഞ്ഞതുപോലെ ഇത് 10-20 എപ്പിസോഡ് കൊണ്ട് പോലും തീരുന്നതല്ല. എങ്കിലും അടുത്ത എപ്പിസോഡില് കാര്യം ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡയബറ്റീസിന് അടിമകളായിരിക്കുന്നത്, ഇരുന്ന് പണിയെടുക്കുന്നവർ, കായികാഭ്യാസം തീരെ ഇല്ലാത്തവർ. അപ്പം വൈറ്റമിൻ D പോലും അവര് മരുന്ന് വഴി സ്വീകരിക്കാമെന്ന് വിചാരിക്കുന്ന വ്യക്തിത്വത്തിലാണ് ഇന്ന് ലോകം. അപ്പം ഒരു കാര്യമുള്ള ഞാൻ പറയുന്നു, നൈസ് ആക്ഷൻ മീഡിയ എപ്പോഴും ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങൾക്കും പാരമ്പര്യ വൈദ്യന്മാർക്കും ഒരു അവസരം നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വൈദ്യമഹാസഭയിലെ ഓരോരുത്തർക്ക് ഓരോ ദിവസവും ഇവിടെ വന്ന് അവരുടെ സവിശേഷതകളും ചികിത്സകളും ഇതിൽ കൂടെ പ്രക്ഷേപണം ചെയ്യാം. അവരവരുടെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീം നടത്താം. ഇത് നമ്മൾ ഞങ്ങളുടെ നാം എന്നാണ് അറിയപ്പെടുന്നത്, നാമിന്റെ യൂട്യൂബിൽ ലോഡ് ചെയ്യും. എന്നും അതൊരു റെക്കോർഡായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം ഇതും കൂടെ നിങ്ങളുടെ മറ്റുള്ള ആളുകളെ അറിയിക്കുക. അടുത്ത ഒരു എപ്പിസോഡിന് വേണ്ടി വീണ്ടും അങ്ങയെ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.